ആദ്യം പറഞ്ഞൊരു നിലപാട് അത് തുറന്നു പറയുന്നില്ല. വാസ്തവത്തിൽ CPIക്ക് ഒരു ഭിന്നതയുണ്ടെങ്കിൽ പോലും അതൊരു കൃത്യമായി തുറന്നു പറഞ്ഞവർ പുറത്തേക്ക് വരാൻ തയ്യാറാകണമെന്നാണ് പലരും പറയുന്നത്. CPI അവരുടെ നിലപാടെങ്കിലും പറയണ്ടേ? അതാണല്ലോ അവരുടെ CPIക്ക് കേരള രാഷ്ട്രീയത്തിൽ ഒരു നിലപാടുമില്ലാത്തൊരു പാർട്ടിയാണ്. പറയുന്ന കാര്യങ്ങൾ മുഖ്യമന്ത്രിയെ കാണുമ്പോൾ അവർ മറക്കുകയാണ്. സായിപ്പിനെ കാണുമ്പോൾ കവാത്ത് മറക്കുന്നു പറഞ്ഞ പോലെ CPMനെ കാണുമ്പോൾ മുഖ്യമന്ത്രിയെ കാണുമ്പോൾ അവരുടെ അഭിപ്രായങ്ങളൊക്കെ ഇല്ലാതാവുകയാണ്. അത് പുതിയ കാര്യമല്ല. കഴിഞ്ഞ കുറേ നാളുകളായി അഭിപ്രായമില്ലാത്ത ഒരു പാർട്ടിയായി കേരളത്തിലെ CPI മാറിയിരിക്കുന്നു. അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഈ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. ഈ ADGP കൊടുക്കുന്ന റിപ്പോർട്ട് ആരാണ് വിശ്വസിക്കുന്നത്? അദ്ദേഹത്തിനെ പറ്റിയാണ് പരാതി. പൂരം കലക്കിയതിൻ്റെ പ്രധാന വ്യക്തി ADGP ലോ ആൻഡ് ഓർഡർ ആയതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് എങ്ങനെ അംഗീകരിക്കാൻ കഴിയും? DGP ചെയ്യേണ്ടത് ആ റിപ്പോർട്ട് മടക്കുക എന്നുള്ളതാണ്. സാധാരണഗതിയിൽ ഒരു റിപ്പോർട്ട് DGPക്ക് കൊടുത്താൽ, താഴെയുള്ള ഉദ്യോഗസ്ഥന്മാർ കൊടുത്താൽ, അത് വസ്തുതാപരമല്ലെങ്കിൽ DGPക്ക് ചെയ്യാൻ കഴിയുന്ന എന്താണ്? മടക്കുകയാണ്. അതാണ് പോലീസിലെ സംവിധാനം. ആ റിപ്പോർട്ട് മടക്കാൻ എന്തുകൊണ്ട് DGP തയ്യാറാകുന്നില്ല? അപ്പോൾ ADGP ലോ ആൻഡ് ഓർഡർ ആരെയൊക്കെയോ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു. കാരണം പൂരം കലക്കിയത് ഒരു ആസൂത്രിതമായ ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നു. തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് തൃശ്ശൂരുകാരുടെ മാത്രം ഒരു ഉത്സവമല്ല. അത് കേരളത്തിൻ്റെ തനതായ ആ ഒരു വലിയ മാമാങ്കമാണ്. അവിടെ ഇത്തവണ ഉണ്ടായ സംഭവവികാസങ്ങൾ ഗൗരവപൂർവ്വം പരിശോധിക്കപ്പെടേണ്ടതാണ്. ഒരു രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി പൂരം കലക്കാൻ മുന്നോട്ട് വന്ന ആരാണ് ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചത്? അവർക്കെതിരെ എന്ത് നടപടി ഉണ്ടാകും എന്നുള്ളതാണ് ജനങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ. ആ കാര്യങ്ങൾ അറിയാതെ അതിനെ മറച്ചു വെക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. അതുകൊണ്ട് ലോ ആൻഡ് ഓർഡർ ADGPയുടെ റിപ്പോർട്ട് DGP മടക്കുകയാണ് വേണ്ടത്. അല്ലാണ്ട് അതിൻ്റെ പേരിൽ ഈ ഫർദർ എൻക്വയറി എന്ന് പറയുന്നത് ആളുകളെ കബളിപ്പിക്കാൻ വേണ്ടിയുള്ള നടപടി മാത്രമാണ്. മുഖ്യമന്ത്രിക്ക് അവരെ എല്ലാം സംരക്ഷിക്കേണ്ടി വരും. കാരണം ഇതെല്ലാം ചെയ്യുന്നത് മുഖ്യമന്ത്രിയെ സംരക്ഷിക്കാൻ വേണ്ടിയാണ്. മുഖ്യമന്ത്രിയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനാണ്. മുഖ്യമന്ത്രിയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഇവരെല്ലാവരും പ്രവർത്തിക്കുന്നത്. അത് ശശിയാണെങ്കിലും ADGP ആണെങ്കിലും എല്ലാവരും പ്രവർത്തിക്കുന്നത് അതിനു വേണ്ടിയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് സംരക്ഷിക്കേണ്ടി വരും. ഞാൻ ചോദിക്കട്ടെ, ഈ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ട വ്യക്തി പ്രതിപക്ഷത്ത് നിന്നല്ല, ഭരണകക്ഷിയിൽ നിന്നാണ്. ഒരു ഭരണകക്ഷി MLA ഉന്നയിച്ച ആരോപണങ്ങൾക്കൊന്നും സാങ്കത്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് തള്ളിക്കളയാൻ കഴിയില്ല. അപ്പോൾ മുഖ്യമന്ത്രി എവരെയൊക്കെ സംരക്ഷിക്കുന്നത് തൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിച്ചവരായതുകൊണ്ടാണ്. അദ്ദേഹത്തിന് അവരെ തള്ളിപ്പറയാൻ കഴിയാത്ത അവസ്ഥയുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം അവരെയൊക്കെ സംരക്ഷിക്കുന്നത്.